എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ കാണുന്ന ആകാശവും ഭൂമിയും അതിലുള്ള സകല ചരാചരങ്ങളും ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ ഉളവായതാണ്. നാം ഈ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന് എത്രത്തോളം ശക്തിയുണ്ട് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം തുറന്ന് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതിനെ വായിച്ചനന്തരം നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കണം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നാം ചവിട്ടി നിൽക്കുന്ന ഭൂമി ഉറപ്പുണ്ടെന്നറിഞ്ഞിട്ട് മൂലക്കല്ലിന്മേൽ വീട് പണിത് സുരക്ഷിതമായി പാർക്കുന്ന ഈ ഭൂമി അവൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്നറിയാൻ ഒന്ന് പുറത്തിറങ്ങി പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചാൽ മതി. അത്ര ശക്തിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ വചനത്തെ വിശ്വസിക്കാം. ഈ വചനം സൃഷ്ടിപ്പ് നടത്തുന്ന വചനമാണ്. എൻ്റെ കൃപ നിനക്ക് മതി. നിങ്ങളെ കൊണ്ട് കഴിയില്ലെന്ന് നിങ്ങളുടെ അകത്ത് മന്ത്രിക്കുന്ന നിങ്ങളുടെ ബലഹീനതയുണ്ടല്ലോ, എന്നെ കൊണ്ടത് കഴിയത്തില്ല, ഞാൻ തടിച്ച നാവുള്ളവനും വിക്കനുമാണ് എന്നാണ് മോശ പറഞ്ഞത്. ഓ, എന്നെ കൊണ്ടത് കഴിയില്ല. അപ്പോസ്തലനായ പൗലോസ് വെളിപ്പാടുകളുടെ ആധിക്യമുള്ളവരാണ്. എന്നാൽ പൗലോസ് ഒരു ബലഹീനനാണ്. ആ ദൈവകൃപ വെളിപ്പെട്ടത് ആ ബലഹീന ശരീരത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഉപയോഗിച്ചിട്ടുള്ളത് ബലഹീനന്മാരെയാണ്. നമുക്കെന്ത് ശക്തിയാണോ ഉള്ളത് ഇവിടെ? നമ്മളൊക്കെ ബലഹീനന്മാരല്ലേ? നിങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും ബലഹീനന്മാരാണ്. ദൈവം ഉപയോഗിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ എല്ലാവരും ബലഹീനരായിരുന്നു. അവരുടെ ബലഹീനതയിൽ തികഞ്ഞു വന്ന ശക്തിയാണ് അവരെ പ്രാപ്തരാക്കിയത്. ദൈവമാണ് നിങ്ങളെ വിളിച്ചത്, ദൈവമാണ് നിങ്ങളെ നിയമിച്ചത്, ദൈവമാണ് ഇന്ന് പകൽ നിങ്ങളെ നിയോഗിക്കുന്നത്. നിങ്ങൾ നോക്കേണ്ടത് ബലഹീനതയിലേക്കല്ല, നിങ്ങൾ കാത്തിരിക്കേണ്ടത് ബലഹീനതയിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവശക്തിയെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ശക്തീകരിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും. ഇന്ന് നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങളുടെ അകത്ത് മന്ത്രിക്കുന്ന ആ ശബ്ദത്തോട്, ആ ബലഹീനതയോട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആലോചന ഇടപെടുകയാണ്. ദൈവത്താൽ സകലതും സാധ്യമാണ്. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ ബലഹീനതയെ അതിജീവിക്കും, ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. എത്ര പേർക്ക് പറയാൻ കഴിയും? അതെ, നിങ്ങൾക്കത് കഴിയും. കാരണം നിങ്ങളോടുകൂടെ ദൈവമുണ്ട്. ബലഹീനനായ നിന്നെപ്പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ശക്തനായ ഒരുവൻ
ഈ ഭൂമിയിലില്ല. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ബലഹീനനായ നിന്നെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ശക്തനായ ഒരുവൻ ഈ ഭൂമിയിലില്ല. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.